ഓരോ ചാക്ക് പൊട്ടിച്ചിടുന്നതിനനുസരിച്ച് അതിനാവശ്യമുള്ള വെള്ളം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അതെ, ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു ബാഗ് പൊട്ടിച്ച് ജസ്റ്റ് വെള്ളം മാത്രം ആഡ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈസി ആയിട്ട് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹെൽപ്പേഴ്സിന്റെ കൗണ്ട് കുറയ്ക്കാൻ പറ്റും. വീട് പണിയുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മെറ്റീരിയൽ പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ആ മെറ്റീരിയൽ എന്താ നമുക്ക് പരിചയപ്പെടാം. PJ Max. നമസ്കാരം നീനു. നമസ്കാരം. നമ്മൾ തൃശ്ശൂർ ചാലക്കുടിയാണല്ലേ? ചാലക്കുടി. PJ Max എന്നൊരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് വീട് പണിയുന്ന ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മൾ പ്ലാസ്റ്ററിങ് ടൈമിലൊക്കെ അല്ലേ. വീട് കെട്ടിപ്പൊക്കി പിന്നെ അതിൻ്റെ നല്ല മണൽ കിട്ടണം, അല്ലെങ്കിൽ നല്ല ബ്രാൻഡായിട്ടുള്ള സിമെൻറ്റ് മേടിക്കണം, ഇത് രണ്ടും കൂട്ടിക്കുഴച്ച് കൃത്യമായിട്ടുള്ള ആനുപാതികമായിട്ട് തേച്ച് തലവേദന പിടിച്ച പണി തന്നെയാണ്. അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് റെഡി ടു പ്ലാസ്റ്റ് എന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇപ്പം അവൈലബിൾ ആണ്. PJ Max അല്ലേ? PJ Max എക്സ്പ്രസ് പ്ലാസ്റ്റ്. അതായത് ചട്ടപ്പട്ടയെന്ന് നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല. അതിൻ്റെ കറക്റ്റ് ആ മിക്സിങ്ങിൻ്റെ അളവ് ചേരുവകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് പ്ലാസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നമ്മൾ ചാക്കിലാക്കി വരുന്ന, ജസ്റ്റ് വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി. വെള്ളം ഒഴിച്ച് അതും നമുക്ക് വേറെ മെഷീനറി ഉപയോഗിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. നമുക്ക് അതെങ്ങനെയെന്ന് പരിചയപ്പെടുത്താം അല്ലേ? എന്നാൽ പിന്നെ പണിയിരത്ത് വീട്ടിലേക്ക് കയറാം. കമോണ്ട് എവരിബഡി. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിലേക്കുള്ള പ്ലാസ്റ്ററിങ്ങിനുള്ള എല്ലാ സൊല്യൂഷനും അല്ലേ, ഡിഫറെൻറ്റ് അപ്പോൾ എക്സ്റ്റീരിയറിനൊന്ന്, അല്ലെങ്കിൽ ഇൻറ്റീരിയറിനൊന്ന്, സീലിങ്ങിന് വേറൊന്ന്, അങ്ങനെ നമ്മൾ തരം തിരിച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും ഒരു സൊല്യൂഷനാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സാധാരണ നമ്മൾ സിമെൻറ്റ് ഒരു കൂട്ടം വരണം, വേറൊരു വണ്ടിക്ക് മണൽ വരണം, പാസ് കിട്ടണം, ഇതൊക്കെ വന്ന് വെയിറ്റ് ചെയ്യണം, അങ്ങനെ കുറേ കാലതാമസങ്ങൾ ഒരുപാടുണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഒരൊറ്റ മിക്സാണ്. നമുക്ക് എക്സ്റ്റേണലിലും ഇന്റേണലിലും സീലിംഗിലും ഒരു ഒറ്റ മിക്സ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. വേറെ തരം തിരിച്ചിട്ട് മിക്സ് ചെയ്ത് ചെയ്യേണ്ട ഇല്ല. നമുക്കിപ്പം 1:3, 1:4 ആ ഒരു റേഷ്യോയിലൊന്നും നമുക്ക് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു ബാഗ് പൊട്ടിച്ച് ജസ്റ്റ് വെള്ളം മാത്രം ആഡ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. നമുക്കൊരു ടീ ബാഗ് പോലെ അല്ലേ? അതെ, മുക്കി വെച്ചിട്ട് ചായ കുടിക്കുന്ന പോലെ ഇത് നേരെ അങ്ങോട്ട് വെള്ളം കൂട്ടിയിട്ട് അങ്ങനെ അപ്ലൈ ചെയ്താൽ മാത്രം മതി. അതാണ് PJ Maxന്റെ പ്രത്യേകത. ഇതാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇതാണ് 40 kg ബാഗിലുള്ള എക്സ്പ്രസ് പ്ലാസ്റ്റ്. 40 കിലോ. കാണാൻ നമ്മുടെ സിമെന്റ് പോലെ തന്നെ തോന്നൂലേ? അതെ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഇതാണ്. അതെ, സിമെന്റ് സാൻഡ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഓരോ ചാക്ക് പൊട്ടിച്ചിടുന്നതിനനുസരിച്ച് അതിനാവശ്യമുള്ള വെള്ളം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അതെ, ശരിക്കും നിങ്ങളുടെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലേ? അതെ. അപ്പം അതിനകത്ത് ഇങ്ങനെ എനിക്ക് തോന്നുന്ന മണലൊക്കെ തന്നെയാണെങ്കിൽ തരം തിരിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ. നമ്മളിപ്പം സിൽറ്റ് ഒക്കെ കളഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മെജോറിറ്റി വരുന്ന ക്രാക്കുകളൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പം ജസ്റ്റ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തു, ഇനി നമുക്ക് ജസ്റ്റ് ഫിനിഷ് ചെയ്താൽ മതി. മേസം വന്ന് അത് ഫിനിഷ് ചെയ്യും. സാധാരണ നമ്മൾ ഈ എടുത്തിട്ട് ആ പരിപാടി കഴിഞ്ഞു, ഇനി അത് ഫിനിഷിങ് മാത്രം മതി. ഇതിപ്പോ നമ്മൾ മാനുവലി ചെയ്യണം. ഇത് മാനുവലി ചെയ്യണം. നമുക്ക് മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മാനുവലി ആണോ നമ്മൾ നോർമലി ഇപ്പം കേരളത്തിൽ നമ്മൾ 5% മെഷീൻ വെച്ചിട്ടും 95% നമ്മൾ മാനുവലിയാണ് ചെയ്യാറ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാനുവലി ചെയ്യാനായിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, കുറഞ്ഞ സമയം കൊണ്ടല്ലേ ഒരു വാൾ മൊത്തം ചെയ്ത് തീർത്തത്. ഇനി അത് തെച്ച് ലെവലാക്കിയാൽ മാത്രം മതി. നമുക്കിപ്പം ഒരു 22 to 24 സ്ക്വയർ ഫീറ്റ് കവറേജ് ഒരു 12 mm തിക്നെസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ബാഗ് ഓഫ് എക്സ്പ്രസ് പ്ലാസ്റ്റ് കൊണ്ട് 24 സ്ക്വയർ ഫീറ്റ് നമുക്ക് കവറേജ് കിട്ടും. 30% മോർ കവറേജ് ആണ് നോർമൽ പ്ലാസ്റ്ററിങ്ങിനേക്കാൾ. സാധാരണ കിട്ടില്ലെന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, എന്താ സുഖമല്ലേ? ചാക്ക് പൊട്ടിക്കുക, വെള്ളം ചേർക്കുക, തേക്കുക, പരിപാടി കഴിഞ്ഞു. വേറെ വെള്ളം കറക്റ്റ് മെഷീൻ്റെ ഉള്ളിൽ നമ്മളെ വെള്ളമൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു അളവിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പൊ നമുക്ക് സിമെന്റ് സാധാരണ ഒരാൾക്കും ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ തേപ്പ് പണി അറിയാത്ത ഒരാൾക്കും
ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. നമുക്ക് ഹാൻഡിൽ ചെറിയ ചെറിയ പണികളൊക്കെ ആണെങ്കിൽ സ്വന്തം ചെയ്യാം. ചെറിയ ചെറിയ അടയ്ക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ ആ അങ്ങനത്തെ ഒരു കൺസെപ്റ്റും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. യൂസർ ഫ്രണ്ട്ലി ആണ്, ഈസി ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. മോർ കവറേജ് ഉണ്ടെന്ന് പറഞ്ഞില്ല, ഒരു ബാഗിൽ നിന്ന് നമുക്ക് സാധാരണ ഉള്ളതിനേക്കാളും 30% മോർ കവറേജ് കിട്ടും. അത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് ഫൈബേഴ്സ് ആണ്. അപ്പം അതാണെങ്കിൽ നമുക്ക് റീബൗണ്ട് വേസ്റ്റേജ് കുറയും. അത് കുറച്ചൊരു പശ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഈ മേസൺ ഇത് അപ്ലൈ ചെയ്യുമ്പം താഴെ വീണ് പോവില്ല. നമുക്ക് അത് എടുത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് അങ്ങനെ സമയം കളയേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. വേസ്റ്റേജ് വരുന്നില്ല. അതോടൊപ്പം നമ്മൾ ഗ്രേഡ് ചെയ്ത സാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് യൂണിഫോം മിക്സ് ആയ കാരണം കൊണ്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇത് നോക്കാം, നമുക്ക് ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല, എല്ലാം കറക്റ്റ് അല്ലേ? അതെ, ഭയങ്കര സ്മൂത്ത് ആണ്. ക്രാക്ക് വീഴുന്നുള്ള പേടിയും വേണ്ട. ഫിനിഷിങ് നമുക്ക് കാണാനും ഉണ്ട്. നമ്മൾ ഇതിപ്പം നമ്മുടെ പ്രൊഡക്റ്റ് വെച്ച് ചെയ്തേക്കുന്നതാണ്. നമ്മൾ സീലിംഗ് ആയാലും നമ്മൾ ഈ ഒരു വോൾ ആയാലും നമ്മുടെ ഒരു മിക്സ് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടാവുക? ഓക്കെ, നമ്മൾ 28th ഡേയിൽ നമ്മൾ ഓൺ സൈറ്റ് ടെസ്റ്റിംഗ് ചെയ്യും. സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഫുൾ ഓഫ് അഡഷൻ സ്ട്രെങ്ത് ടെസ്റ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എങ്ങനെയാണ് നമ്മുടെ ഈ PJ Max ഉണ്ടാക്കുന്ന പ്രോസസ് എന്ന് പറയാം? നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഡ്രൈയിങ് ആണ്. നമ്മൾക്കിപ്പം ക്രഷറിൽ നിന്ന് വരുന്ന സാൻഡ് എന്ന് പറയുന്നത് വാഷ് ചെയ്ത സാൻഡ് ആയിരിക്കും, നനവുണ്ടാവും. അപ്പം നമ്മൾ ഫസ്റ്റ് അത് ഡ്രൈ ചെയ്യും. ഡ്രൈ ചെയ്തിട്ട് നമ്മൾ അരിച്ചെടുക്കും ഈ സാൻഡിനെ. സെപ്പറേറ്റ് ചെയ്യും. അതെ, നമ്മൾ ഈ ചെളിയൊക്കെ കളഞ്ഞ് നമ്മൾ വലിയ സൈസ്ഡ് പാർട്ടിക്കിൾസ് ഒക്കെ കളഞ്ഞ് നമ്മൾ അരിച്ചെടുക്കും. നമ്മൾ സാധാരണ അരിപ്പ് വെച്ച് അരിക്കുന്നത് പോലെ നമ്മൾ അരിച്ചെടുക്കും. അത് കഴിഞ്ഞ് അതിന്റെ കൂടെ നമ്മൾ സിമെന്റ്, പോളിമേഴ്സ്, ഫൈബേഴ്സ് ഇതെല്ലാം ആഡ് ചെയ്യും. ഇത് നന്നായിട്ട് ഉണങ്ങിയിരിക്കും. നന്നായിട്ട് ഉണങ്ങിയിരിക്കും. മോയ്സ്ചറൈസ് കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. അല്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിംഗ് ആണ് വരുന്നത്. നമ്മൾ ഈ പോളിമേഴ്സ്, ഫൈബേഴ്സ്, GGBs എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ട്വിൻ ഷാഫ്റ്റ് മിക്സറിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. മിക്സിംഗ് ആണ് അടുത്തത് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് പാക്കേജിംഗ് ആണ്. നമ്മളൊരു 40 kg ബാഗിലാക്കിയിട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കും. 40 കിലോയുടെ ബാഗാണ്. അതെ, 40 കിലോയുടെ ബാഗാണ് ഒരെണ്ണം. ഓക്കെ, ഇത് നേരെ കൊണ്ടുപോവാം. നമുക്ക് മാനുവലായിട്ട് അല്ലെങ്കിൽ മെഷീനിലിട്ടോ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക, അപ്ലൈ ചെയ്യുക, കഴിഞ്ഞ പരിപാടി. ഇത്രേ ഉള്ളല്ലേ? അതെ, ഇത്രേ ഉള്ളൂ. ശരിക്കും പറയാം ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. ആളുകൾക്ക് പ്രോസസ്സിങ് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഗുണമുണ്ട്. ഇപ്പം തേപ്പ് എന്ന് പറഞ്ഞൊരു 2000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആണെങ്കിൽ നമുക്കൊരു പെട്ടെന്ന് തന്നെ തേപ്പെല്ലാം വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തേപ്പെല്ലാം കഴിഞ്ഞ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് മെയിൻലി എന്ന് പറയുന്നത് 30% മോർ കവറേജ്, 30% ടൈം സേവിങ്, 30% ലെസ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. ലെസ് കോസ്റ്റ്. അപ്പോൾ നമ്മുടെ ഈ PJ Maxന്റെ കോസ്റ്റ് ഒക്കെ എങ്ങനെ വരുന്നു? നമ്മുടെ MRP വരുന്നത് 390 ആണ്. ഡീലേഴ്സ് സെല് ചെയ്യുന്നത് 340 മുതൽ 390 വരെയാണ്. ഇപ്പം പ്രൊജക്റ്റ് ആണെങ്കിൽ കമ്പനി ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് അതിന്റെ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് വലിയ പ്രൊജക്റ്റിനേക്കാൾ ലാഭകരമാണ്. നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈസി ആയിട്ട് പരിപാടികൾ തീർത്ത് പോവുക അല്ലേ? പിന്നെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹെൽപ്പേഴ്സിന്റെ കൗണ്ട് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അപ്പോൾ ഇനി ഇൻഡസ്ട്രി അടക്കി വീഴാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റായി മാറട്ടെ PJ Max. എന്തായാലും വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്. വീട് പണിയുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ പണിയുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് PJ Max. അപ്പം കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. PJ Max അല്ലേ? PJ Max എക്സ്പ്രസ് പ്ലാസ്റ്റ്.